ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൺ ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ജാം ഫിൽഡ് മഫിൻസ് ആണ്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കണ്ട ശേഷം ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പിയുടെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് എങ്ങനെയാണ് ജാം ഫില്ല് ചെയ്ത മഫിൻസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ട പ്രധാന ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 3/4 കപ്പ് ബട്ടർ മിൽക്ക്. അടുത്തതായി ഒരു ബൗൾ എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു അരിപ്പ വെച്ച് നമുക്ക് മൈദ ഒന്ന് സീവ് ചെയ്തെടുക്കാം. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 കപ്പ് മൈദ ഇതിലേക്ക് ചേർക്കുക. അതോടൊപ്പം 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ഒപ്പം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. ഇത് 2-3 വട്ടം അരിച്ചാൽ അത്രയും നല്ലത്. അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായി ഒരു ബൗളിലേക്ക് 2 മുട്ട എടുത്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഞാനൊരു വിസ്ക് വെച്ചാണ് ഇവിടെ ഇത് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 3/4 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ഒരല്പം പിസ്ത എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അതിന് ഒരു ഗ്രീൻ കളറും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് കളർ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന മാവ് കുറേശ്ശെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ കംപ്ലീറ്റ് മിക്സിങ്ങും കഴിഞ്ഞ് മഫിൻസിന് വേണ്ടിയുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരല്പം തിക്കാണ് ഇതിൻ്റെ ബാറ്റർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് മഫിൻസിൻ്റെ മോൾഡിലേക്ക് 1/4 ഭാഗത്തോളം ഈ ബാറ്റർ വെച്ച് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ ജാം ഫിൽഡ് മഫിൻസ് ആണ് തയ്യാറാക്കുന്നത്. ഇനി വീണ്ടും ഏകദേശം 1/2 കപ്പ് ഫില്ലാവുന്നത് വരെ ബാക്കി ബാറ്റർ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ തന്നെ എല്ലാ മോൾഡും നമുക്ക് ഫില്ല് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത ശേഷം എയർ ബബിൾസ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 170 ഡിഗ്രിയിൽ 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ജാം ഫിൽഡ് മഫിൻസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മാത്രവുമല്ല മഫിൻസ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫിൽ ചെയ്തപ്പോൾ
ഏകദേശം പകുതി വരെ ഫില്ല് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ മഫിൻസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കാരണം അകത്താണ് നമ്മൾ ജാം ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ജാം ഫിൽഡ് മഫിൻസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഒരിക്കൽ കൂടി നന്ദി. ഉടൻ തന്നെ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Hope you like the recipe. Please subscribe, like, share and comment. Watch more videos.